മാർച്ച് 4, 2026 ബുധൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ 5ാം ദിനം. ദുബായിൽ US കോൺസുലേറ്റിനടുത്തുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി വൈകിയുണ്ടായ US കോൺസുലേറ്റിന് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ ഇന്റർസെപ്റ്റ് ചെയ്തതിന്റെ ഭാഗമായാണ് ചെറിയ അഗ്നിബാധയുണ്ടായത്. ആർക്കും പരിക്കില്ല എന്നും ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുന്നു. ദുബായിലും പരിസരങ്ങളിലും കേട്ട സ്ഫോടന ശബ്ദങ്ങൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത് മൂലമാണെന്നും ആശങ്ക വേണ്ടെന്നും UAE അറിയിച്ചു. ഇതുവരെയായി 1000-ഓളം ആക്രമണങ്ങളെ ചെറുത്തതായും UAE പറയുന്നു. തുടർച്ചയായുള്ള ഇറാനിയൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന നടപടികൾ മാത്രമാണ് UAE സ്വീകരിച്ചു വരുന്നതെന്നും ഈ തീരുമാനത്തിൽ നിലവിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും UAE സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഘർഷത്തിൽ പങ്കാളിയാകാൻ UAE ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സൗദിയിൽ കുടുങ്ങിയ UAE പൗരന്മാരടക്കമുള്ളവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ എത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസ് പ്രയോജനപ്പെടുത്തി UAE. ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെയാണ് എത്തിഹാദ് റെയിൽ സംവിധാനം വഴി 350ഓളം UAE പൗരന്മാരെയും റെസിഡൻസിനെയും രാജ്യത്തേക്ക് തിരികെ എത്തിച്ചത്. സൗദി ഭരണകൂടത്തിന്റെയും UAE എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനത്തിന്റെയും സഹകരണത്തോടെയാണ് 3 പാസഞ്ചർ സർവീസുകൾ നടത്തിയത്. സൗദിയിലെ അൽദഫ്ര മേഖലയിൽ ഗുവൈഫാത്ത് സ്റ്റേഷനിൽ നിന്നും അബുദാബി അൽഫയ സ്റ്റേഷനിലേക്കാണ് സർവീസ് നടന്നത്. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപെയാണ് പാസഞ്ചർ സർവീസ് അടിയന്തരമായി നടത്തിയത്. UAE വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സഹായിക്കാൻ പരിമിതമായ വിമാന സർവീസുകൾ തുടരുന്നതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. മണിക്കൂറിൽ 48 ഫ്ലൈറ്റുകൾ എന്ന കണക്കിൽ എമർജൻസി കോറിഡോറുകൾ വഴി സർവീസ് നടക്കുന്നു. മാർച്ച് 1 മുതൽ 17,498 യാത്രക്കാരെ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയതായും റിപ്പോർട്ടിൽ പറയുന്നു. UAEയിൽ ദുബായിലെ വിമാനത്താവളങ്ങൾ, അബുദാബി സായിദ് ഇന്റർനാഷണൽ വിമാനത്താവളം, ഷാർജ, ഫുജൈറ, റാസൽ ഖൈമ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും പരിമിത സർവീസുകൾ നടക്കുന്നുണ്ട്. കൺഫർമേഷൻ കിട്ടിയ യാത്രക്കാരെ മാത്രമേ വിമാനത്താവളങ്ങളിലേക്ക് അനുവദിക്കൂ. ഒരേ സമയം ഇറാനിലും ലെബനോനിലെ ബെയ്റൂത്തിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെയും ഇസ്രയേൽ കടുത്ത ആക്രമണം തുടരുകയാണ്. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിനു ശേഷം 1000-ലധികം സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തൊള്ള ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാവുമെന്ന് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിയൻ സമയം രാത്രി 10 മണി മുതൽ ഇറാനിലെ ഇമാമ ഖൊമൈനി മുസല്ലയിൽ ചടങ്ങുകൾ തുടങ്ങും. 3 ദിവസമാണ് ഫെയർവെൽ ചടങ്ങുകൾ നീണ്ടു നിൽക്കുക. കുവൈറ്റിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് 11 വയസ്സുകാരി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മാതാവടക്കം കുടുംബത്തിലെ 4 പേർ പരിക്കുകളോടെ ആശുപത്രിയിലായി. പശ്ചിമേഷ്യൻ സംഘർഷം ദിവസങ്ങൾ നീളുമെന്ന സാഹചര്യങ്ങളും റിപ്പോർട്ടുകളും ആശങ്കയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ഇറാനും GCC രാജ്യങ്ങളും ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് ഇന്ത്യയുടെ പ്രധാന ട്രേഡിംഗ് പങ്കാളിയാണ്. $78 ബില്യൺ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം മാത്രം മേഖല കേന്ദ്രമാക്കി നടന്നത്. മേഖലയിൽ 10 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട്. അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിന്റെ 1/3 ഇതിനു പുറമെയാണ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും പശ്ചിമേഷ്യൻ യുദ്ധം ബാധിക്കുന്നത്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ പ്രധാന ഭാഗം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്കൻ സമ്മർദ്ദങ്ങളെ തുടർന്ന് കുറവ് വന്നതോടെ ഗൾഫ് നാടുകളിലേക്ക് ഇന്ത്യ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങി. നിലവിൽ 2 മാസത്തിനടുത്ത് എണ്ണ കരുതൽ ശേഖരമുണ്ടെന്ന് ഇന്ത്യ പറയുമ്പോഴും ദിവസങ്ങളോളം പശ്ചിമേഷ്യൻ യുദ്ധം നീണ്ടുനിന്നാൽ അത് ഇന്ത്യക്ക് നൽകുന്ന തലവേദന ചെറുതായിരിക്കില്ല.